ഞാൻ ഇന്ന് നാരങ്ങാച്ചാർ ഇടുകയാണ്. ഒരു ചെറിയ ഓർഡറുണ്ട്. 2 കിലോ നാരങ്ങ ഞാൻ 4ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇതിനകത്ത് ഇനി ഉപ്പും കായവും കൂടെ പുരട്ടി ഒരു അരമണിക്കൂർ വെക്കും. നമുക്കിനിയും നാരങ്ങാച്ചാർ ഇടാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലായിട്ട് 2-3 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചൂടാക്കി പൊടിക്കാനാണ്, നല്ല മണം കിട്ടാൻ വേണ്ടിയാണ്. അതിലേക്ക് ഉലുവായും ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇനി കടുക് കൂടി ഇതിനകത്ത് ഞാൻ ചേർക്കും. അത് ഉലുവായും ഈ ഏലക്കായും ചൂടായതിന് ശേഷം മാത്രം മതി. 2 സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്ക് പൊടിക്കാനായി. നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കിയിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കണം തണുക്കാൻ വേണ്ടി. നമുക്ക് നാരങ്ങാച്ചാർ ഇടാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 150 ml നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ആ എണ്ണയിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുത്തു. 2 കിലോ നാരങ്ങയുണ്ട്. പക്ഷേ 4 സ്പൂണ്, വലിയ സ്പൂണാണ്, വലിയ 4 സ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഉള്ളി ബ്രൗൺ നിറമായി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരു 6 സ്പൂണ് മുളക് പൊടിയുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും ചേർത്തതാണിത്. ഇതിലേക്ക് 1 സ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ നമ്മൾ ഉപ്പും കായപ്പൊടിയും കൂടെ ചേർത്ത് പുരട്ടി വെച്ചതാണ്. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് മുന്നിൽ നിൽക്കണമല്ലോ അച്ചാറിന്. ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നൂറി വന്ന വെള്ളമാണിത്. അതുകൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് 1 കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വിനാഗിരി ചേർത്തിട്ട് അരപ്പൊന്ന് തിളയ്ക്കണം. ഇതിലേക്ക് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച കടുകും ഉലുവായും ഏലക്കായും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഒട്ടും കയ്പില്ലാത്ത നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ചൂടാറുമ്പോൾ നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം.